അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും നമ്മുടെ സകലം M4 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ബ്രസീലിയൻ മൾബറി എന്ന് പറയുന്ന ഒരു മൾബറി ചെടിയാണ്. നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ച് അതിൽ കായ ഉണ്ടായിട്ടുണ്ട്. നല്ല മധുരമുള്ള സംഭവമാണ്. നല്ല പഴുത്ത് പാകമായി നിൽക്കുന്നുണ്ട്. അത് നല്ല ചെടിക്ക് അത്യാവശ്യം വിലയുണ്ട്. 1000 രൂപയുടെ അടുത്ത് വില വരുന്ന ചെറിയ തൈ ഞാൻ വാങ്ങി വെച്ചതാണ് കുറച്ച് മുമ്പ്. ഈ സീസണിൽ നന്നായിട്ടത് കായ്ക്കുന്നുണ്ട്. നല്ല നീളത്തില് നമ്മളെ സാധാരണ കളക്ക നല്ല ടേസ്റ്റുള്ള മധുരമുള്ള ചെടിയാണ്. നല്ല പഴുത്തതൊക്കെ ഒന്ന് പാകായതൊക്കെ നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കാണ്. ഇടക്കിടക്ക് ഉണ്ടാവും. ഇതിന് പ്രത്യേകത കമ്പ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് ഉണ്ടാവില്ല, കായ്ക്കില്ല. തൈ നന്നായിട്ട് കാച്ചു വളരും, പക്ഷെ കായ ഉണ്ടാവില്ല. ബെഡ് ചെയ്താലേ കായ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് ബെഡ് ചെയ്ത് നോക്കണം. എന്തായാലും നല്ല നമ്മുടെ വീട്ടിൽ നമ്മൾ കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഫലങ്ങൾ പറിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇത് സന്തോഷമാണ്. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇതുപോലെയുള്ള ഫലച്ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് നമ്മൾ അതിൽ നിന്ന് ഫലങ്ങളൊക്കെ പറിച്ച് നമുക്ക് കഴിക്കാൻ കഴിയണം. വിഷരഹിതമായ ഫ്രൂട്ട്സുകളും പഴവർഗ്ഗങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയും. ഇതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നുമില്ല. ചാണകപ്പൊടി, വല്ലപ്പോഴും കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. അതുപോലെ നമ്മൾ മെയിനായിട്ട് ഇടുന്നത് ആട്ടുംകാട്ടം കമ്പോസ്റ്റ് ആക്കിയതാണ്. അത് തന്നെ മതി ശരിക്കും ചെടികൾ. മണ്ണിന്റെ ആവശ്യമില്ല. അതിൽ തന്നെ നന്നായി കമ്പോസ്റ്റ് ആയാലും അതിൽ തന്നെ വെച്ചു കൊടുക്കാം. നന്നായി ഫലം തരും. അതുപോലെ ഫിഷമിനോ നമ്മൾ എല്ലാ ചെടികൾക്കും പ്രാവശ്യം ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഫിഷമിനോ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇൻഷാ അല്ലാഹ് ഞാൻ യൂട്യൂബിൽ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളത് അതുപോലെ ചെയ്ത് നമ്മളെ വീട്ടിലെ അടുക്കളത്തോട്ടത്തിലും പച്ചക്കറികൾക്കൊക്കെ ചെയ്താൽ നന്നായിട്ട് പച്ചക്കറി ഫലങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതുപോലെ നമുക്കൊക്കെ വീടുകളിൽ സ്വയം കൃഷി ചെയ്ത ഫലങ്ങൾ നമുക്ക് പറിച്ചെടുക്കാൻ കഴിയണം. വിഷരഹിതമായിട്ട് നമുക്ക് കഴിക്കാൻ കഴിയും. നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് ഇടക്കിടക്ക് വന്ന് പൊട്ടിച്ച് തിന്നാൻ കഴിയും. അപ്പോൾ ഒരു നല്ലൊരു അനുഭവമാണ്. മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നൊരു കാര്യമാണ്. അതുപോലെ പല ചെടികളുണ്ട്. ഇത് വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്ന് പറയും ഇതിന്. നമുക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ അങ്ങനെ ഒരുപാട് തൈകൾ നമ്മൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. നല്ല കായ്ഫലം ഫലം തരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യത്തിന് മനസ്സിന് സന്തോഷം ഉണ്ടായി കുളിരുണ്ടാക്കി ചെയ്യുന്ന അനുഭവമാണ് നമ്മൾ സ്വയം കൃഷി ചെയ്ത് അതിൽ നിന്ന് വിളവെടുത്ത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും സ്വന്തം കൃഷി ചെയ്യുക. അതിൽ നിന്നുള്ള വിഷരഹിതമായ പച്ചക്കറികളും ഫലങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ കഴിയും. രോഗങ്ങളിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കാൻ കഴിയും. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യം ഉണ്ടാകാനാണ്. പക്ഷെ ഇന്നത്തെ പല ഭക്ഷണങ്ങളിൽ നിന്നും രോഗങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സ്വയം പരമാവധി കൃഷി ചെയ്ത് അത് തന്നെ നമ്മൾ ഭക്ഷിക്കാൻ വേണ്ടി എല്ലാവരും പരമാവധി തയ്യാറാകണം. നമുക്ക് പ്രകൃതിയെ സ്നേഹിക്കാൻ കഴിയണം. പ്രകൃതിയെ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് നല്ല ആരോഗ്യവും മനസ്സിന് സന്തോഷമൊക്കെ ഉണ്ടാകുക. എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഇതുപോലത്തെ വീഡിയോകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ എഴുതി അറിയിക്കുക. മഴ പെയ്യുന്നുണ്ട്. പ്രകൃതിയുടെ ഒരു സൗന്ദര്യമാണ് മഴ. മഴ പെയ്യുമ്പോഴാണ് നമ്മളെ ചെടികളും അതുപോലെ തന്നെ പ്രകൃതിയൊക്കെ വളരെ ഭംഗിയായി നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുന്നവരായി കൃഷി ചെയ്യുന്നവരായി മാറുക. എല്ലാവർക്കും ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക്സ്.